പ്രതിപക്ഷ ബഹളത്തിനിടെ വഖഫ് ബില്ല് റിപ്പോർട്ട് രാജ്യസഭ സ്വീകരിച്ചു. ബന്ധപ്പെട്ട സഭാ നടപടികൾ തുടങ്ങിയ വേളയിൽ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനിടെയാണ് റിപ്പോർട്ട് മേശപ്പുറത്തു വച്ചതും സ്വീകരിച്ചതും. ബഹളം ശക്തമായതിനെ തുടർന്ന് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധ്യക്ഷൻ ജഗ്ദീപ് ധങ്കർ തീരുമാനിക്കുകയായിരുന്നു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും തള്ളിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതേസമയം ഭരണപക്ഷ അംഗങ്ങൾ നൽകിയ ഭേദഗതികൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷത്തെ പൂർണ്ണമായും തള്ളി തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് അംഗങ്ങൾ വ്യക്തമാക്കി. അതിനിടെയാണ് രാജ്യസഭാ ചെയർമാൻ വഖഫ് ബില്ല് റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കാൻ അനുമതി നൽകിയത്. തുടർന്ന് BJP അംഗം മേധാ കുൽക്കർണി ബില്ല് റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചു. രാഷ്ട്രപതിയുടെ സന്ദേശം ജഗ്ദീപ് ധങ്കർ വായിക്കുന്ന വേളയിലും പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടർന്നു. അംഗങ്ങളെ ശാന്തരാക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയോട് ധങ്കർ ആവശ്യപ്പെട്ടു. സമാനമായ വിഷയത്തിൽ ഉൾപ്പെടെ ലോക്സഭയും ബഹളത്തിൽ മുങ്ങി. ഉച്ചവരെ സഭ നിർത്തിവെക്കുകയാണ് ചെയ്തത്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ജനുവരി 30-നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രതിപക്ഷ അംഗങ്ങൾ നിർദ്ദേശിച്ച ഒരു ഭേദഗതി പോലും അംഗീകരിക്കാത്തതാണ് വിവാദമായത്. അതേസമയം ഭരണപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന 14 ഭേദഗതി നിർദ്ദേശങ്ങളും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. രാജ്യസഭ വീണ്ടും സമ്മേളിച്ച വേളയിൽ സഭയിലെ മാന്യത സംബന്ധിച്ച് BJP അംഗം JP നദ്ദ സംസാരിച്ചു. രാഷ്ട്രപതിയുടെ സന്ദേശം വായിക്കുമ്പോൾ ബഹളം വെക്കരുതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വഖഫ് ബില്ല് റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് പ്രതിപക്ഷ നേതാവ് ഖാർഗെ സഭാ അധ്യക്ഷനോട് ആവശ്യപ്പെട്ടു. ജനാധിപത്യ വിരുദ്ധമായ റിപ്പോർട്ടാണിത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ MP-മാർ കൂടി പങ്കെടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. സഭയെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്നും മന്ത്രി വിമർശിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മന്ത്രി നിർമ്മല സീതാരാമനും ആവർത്തിച്ചു. തന്റെ എതിർ അഭിപ്രായം പൂർണ്ണമായും നീക്കിയെന്ന് കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം സയ്യിദ് നാസർ ഹുസൈൻ വ്യക്തമാക്കി. JPC അംഗങ്ങൾക്കിടയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും റിപ്പോർട്ട് മടക്കി അയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമാനമായ ആരോപണം ഉന്നയിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗം സാകേത് ഗോഖലെ പാർലമെന്ററി വിരുദ്ധമായ നടപടികളാണ് നടന്നിരിക്കുന്നതെന്നും സെൻസർഷിപ്പ് സംഭവിച്ചുവെന്നും ആരോപിച്ചു. അതേസമയം ലോക്സഭയിൽ പുതിയ ആദായ നികുതി ബിൽ അവതരിപ്പിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 1961-ലെ നിലവിലുള്ള ആദായ നികുതി നിയമം ലളിതമാക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനുമാണ് പുതിയ ബില്ല് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നികുതിദായകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ബില്ലിലെ വ്യവസ്ഥകൾ ലളിതമാക്കിയിട്ടുണ്ട്. 1961-ലെ നിയമത്തിൽ 298 വകുപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് നിരവധി ഭേദഗതികൾ കാലാകാലങ്ങളായി വരുത്തിയിരുന്നു. ഇത് നികുതിദായകർക്ക് സങ്കീർണമാക്കി. നിലവിലെ നിയമം ലളിതമാക്കുന്നതിനാണ് പുതിയ ആദായ നികുതി ബില്ല് അവതരിപ്പിച്ചത്. ഇതിൽ 536 വിഭാഗങ്ങളും 23 അധ്യായങ്ങളും 622 പേജുകളിലായി 16 ഷെഡ്യൂളുകളും ഉണ്ടാകും. പുതിയ നികുതി നിർദ്ദേശങ്ങൾ ബില്ലിലില്ല. കൂടാതെ നികുതിദായകരുടെ അവകാശങ്ങളും കടമകളും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു പുതിയ വിഭാഗവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സങ്കീർണമായ നിയമപരമായ പദങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. അസസ്മെന്റ് ഇയർ എന്ന പദത്തിന് പകരമായി ടാക്സ് ഇയർ എന്ന പദം അവതരിപ്പിച്ചതും വലിയ മാറ്റമാണ്.